പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുണ്ടാക്കുന്നത് 4 മണിക്ക് കഴിക്കാൻ നല്ല രസമുള്ള സുഖിയനാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നല്ല വാഴയിലയിൽ പൊതിഞ്ഞ് കിട്ടുന്ന സുഖിയൻ നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ എന്ത് രസമായിരുന്നു. ആദ്യം ഇതിൻ്റെ ചേരുവകൾ നോക്കാം. ആദ്യം ചെറിയ ജീരകം, ഏലക്ക, പഞ്ചസാര ഇവ മൂന്നും മിക്സിയിൽ തരിതരിപ്പായി പൊടിച്ച് മാറ്റി വയ്ക്കുക. 1 കപ്പ് ചെറുപയർ നന്നായി വേവിച്ച് അതിലേക്ക് 1/4 കപ്പ് ശർക്കര, 1/2 കപ്പ് തേങ്ങ, പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ജീരകവും ഏലക്കയും ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ നന്നായി യോജിപ്പിക്കുക. ചെറുപയറിൽ വെള്ളം അധികമായി പോയാൽ പ്രശ്നമാണ് കേട്ടോ. എന്നാലും അതിനൊരു പരിഹാരമുണ്ട്. 1 പിടി അവൽ വെറുതെ ചേർത്താൽ മതി. അവൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാൻ മറക്കണ്ട. അതിനുശേഷം അത് തണുക്കാനായി മാറ്റി വയ്ക്കുക. യോജിപ്പിച്ച പയർ, ശർക്കര, തേങ്ങ എന്നിവ ചെറിയ ചെറിയ ഉരുളകളാക്കുക. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. 1/2 കപ്പ് മൈദമാവിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളുപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത്, എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണേ കൂട്ടുകാരെ. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സുഖിയൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നന്നായി ശ്രദ്ധിക്കണേ. നമ്മൾ ദോശയ്ക്ക് ഇഡലിക്ക് ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ അത്രയും വരണ്ട്, അതിലും കുറച്ചുകൂടി കുറുകിയിരിക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളകളിലെ അത് നമ്മുടെ ബാറ്ററിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഓയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ 4 മണി ചായയുടെ ഒപ്പം കഴിക്കാനുള്ള നല്ല രസകരമായിട്ടുള്ള സുഖിയൻ നിങ്ങളുടെ മുന്നിലെത്തുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള റെസിപ്പിയുമായിട്ട് വരാം.